ഇന്ന് 3:30 തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. ആദ്യം തന്നെ കോഴിക്കുള്ള തവിടും ചോറും കൂടി റെഡിയാക്കി വെച്ച ആദ്യം. എന്നിട്ട് പിന്നെ കോഴികളെയൊക്കെ വിട്ട് പിന്നെ തവിടും ഇതൊക്കെ ചേർത്തത് 2-3 പാത്രത്തിലായിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആടുകളെയൊക്കെ വിട്ട് എല്ലാവരും വിട്ടിട്ടില്ല, 3-4 ആളെയൊക്കെ വിട്ട് അവർ പറമ്പിൽ കുട്ടികളൊക്കെയാണ് അപ്പോൾ അവരൊന്നും ഓടി കളിച്ചോട്ടെ വെച്ചിട്ട് അവരെയൊക്കെ വിട്ട് വലിയവരെ കെട്ടിയിട്ട് അങ്ങനെ ആടിനുള്ള പിണ്ണാക്കും തവിടൊക്കെ റെഡി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ റെഡിയാവാൻ വെച്ചിട്ടുണ്ട്, കുതിരാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ കാട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു ഇല കെട്ടി കൊടുത്ത് എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിച്ച് വാരലും തീയിടലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കുറച്ച് ഭാഗങ്ങളാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ, മുഴുവനൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വലിയൊരു ബക്കറ്റ് അവിടെ കൊണ്ടുവച്ച് കൊടുത്ത് അത് നിറയുണ്ടെങ്കിൽ എടുത്ത് കൊടുത്തിട്ട് ചെടിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിറക് കുറച്ച് അടുപ്പിൻ്റെ വെയ്തൻ്റെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. മഴക്കാറുണ്ട് 2-3 ദിവസമായിട്ട്, അപ്പോൾ നനയണ്ട വെച്ചിട്ട് എല്ലാ വിറകും മുറ്റത്താണ്. അപ്പോൾ കുറച്ച് വിറക് അടുപ്പിൻ്റെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ആടിന് വെള്ളം കാട്ടലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് ഇലക്ക് കെട്ടി കൊടുത്ത് പിന്നെ കോഴിക്കൂട് അടയ്ക്കലും കുറേ പണികൾ വേറെയും ചെയ്തിട്ടുണ്ട്. അതൊന്നും മുഴുവൻ കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി നനയ്ക്കുകയൊക്കെ ചെയ്ത് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്ക് കാട്ടാൻ വേണ്ടിയിട്ട് വെയിലൊഴുകിയിട്ട് അങ്ങനെ കയറി വിളക്ക് കാട്ടലും നാമം ചെല്ലലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് 7 മണിയൊക്കെ ആകുമ്പോൾ സീരിയലൊക്കെ വെച്ച് ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഈ നേരത്തെ 7 മണിക്ക് ചായ കുടിക്കാറ്. ഇന്ന് വെള്ളരിക്ക ജ്യൂസ് അടിക്കുന്ന വെള്ളരിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെള്ളരിക്കയുടെ ഉള്ളിലുള്ള കുരും അതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മുഖത്ത് തേക്കാൻ വേണ്ടി ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഈ വെള്ളരിക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത് കളയലില്ല, അത് മുഖത്ത് തേക്കല, നല്ല മുഖത്തിന് നല്ലൊരു ഇത് കിട്ടലുണ്ട് കേട്ടോ. ഈ വേനൽക്കാലത്ത് തേക്കുമ്പോൾ മുളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ ഇത് മിക്സിയിലൊന്നും അടിക്കാതെ തന്നെ ഇത് ഒരു പാത്രത്തിൽ ഇങ്ങനെ കയ്യിലോടെ ഉടച്ചപ്പോൾ തന്നെ കലങ്ങിയിട്ടാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണതുകൊണ്ട് മുഴുവനും ഉടയില്ല, കുറച്ചൊക്കെ ഇങ്ങനെ കടിക്കാനും കിട്ടും. അങ്ങനെ ആണ് കേട്ടോ ഏറെ ഉണ്ടാക്കൽ. ഒരു ഏലക്കായും പഞ്ചസാരയും പാലും കൂടി മിക്സിയിൽ അടിച്ചിട്ട് അത് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ അത് റെഡിയാക്കി വെച്ച് പിന്നെ ഒരു പകുതി എടുത്തിട്ട് അങ്ങനെ ചെയ്ത് പകുതി ഞാൻ മിക്സിയിൽ അടിച്ചിട്ടും ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ഞാൻ 2 തരമായിട്ടാണ് ചെയ്യൽ കേട്ടോ. കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അങ്ങനെ 2 തരമായിട്ടാണ് ജ്യൂസ് അടിക്കൽ. അവർക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അത് കുടിച്ചോട്ടെ വെച്ചിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. വീഡിയോ എല്ലാവരും തുടർന്ന് കാണണം. പിന്നെ സബ്സ്ക്രൈബ് കൂടുന്നതിലൊക്കെ വീഡിയോ കാണുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.